അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 16-ാമത്തെ പാഠം അദ്ദർസുൽ സാദിസ് അശറ അഅ്ളമുൽ മുഅ്ജിസാത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്ബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്ബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ അദ്ദേഹം അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ മുട്ടുമടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്കു കഴിഞ്ഞില്ല. പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി. മനുഷ്യ കൈക്കടത്തലുകൾക്കു വിധേയമായി പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാദിസ് അശറ അഅ്ളമുൽ മുഅ്ജിസാത്ത്. 1. നുജീബ്, ഉത്തരമെഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. 2. ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? ഉത്തരം, അത് പാരായണം ചെയ്യുന്നവർക്ക്. 3. മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഉത്തരം, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. 4. ഖുർആൻ തീരെ മനഃപ്പാടമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടാണ് ഉപമിച്ചത്? ഉത്തരം, പൊളിഞ്ഞ വീട് പോലെയാണ്. 5. എതിർത്തവർ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഇനി അടുത്തത് 3. മുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. 1. ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്ബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. ഇനി 3-ാമത്തെ വർക്ക് നംലഉൽ ഫറാഅ്, വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. ഖുർആനിൻ്റെ മുന്നിൽ അറേബ്യൻ സാമ്രാട്ടുകൾ മുട്ടുമടക്കി. സാഹിത്യ. 2. ഖുർആനിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും പോലും കഴിയില്ല ഒരുമിച്ചാൽ. 3. ഖുർആൻ്റെ അവതരണത്തോടെ മറ്റു പ്രാബല്യത്തിൽ ഇല്ലാതെയായി വേദഗ്രന്ഥങ്ങളെല്ലാം. 4. ഖുർആൻ നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും, ഖിയാമത്ത് നാൾ. ഇനി 4-ാമത്തെ വർക്ക് കാണാം. നുഅയ്ദു മുദക്കിറത്തൻ, ഒരു ചർച്ച തയ്യാറാക്കുക. 1. അഅ്ളമുൽ മുഅ്ജിസാത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി. മനുഷ്യ കൈക്കടത്തലുകൾക്കു വിധേയമായി പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഇനി അവിടെ 5-ാമത്തെ വർക്ക് കാണാം. നക്തഷിഫു
മിനൻ നസ്വി മഅനൽ ആയത്തി, ഈ ആയത്തിൻ്റെ അർത്ഥം പാഠത്തിൽ നിന്ന് വ്യക്തമാക്കുക. ഖുൽ ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ ളഹീറാ. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹുവല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.